എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തെന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. ആൾ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് 5 പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ്. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അത് മാത്രമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലെ നായകൻ മോഹൻലാലാണ്. അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തുകൊണ്ടൊരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല? ഒരു മാറ്റവും ഇല്ലല്ലോ. അതേസമയം വലിയ വായ്ത്താളങ്ങൾ അടിച്ച ഈ പൃഥ്വിരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോലിട്ടും 10 പൈസ മുടക്കി അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയിൽ സിനിമ ചെയ്തു. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും കണ്ടാൽ കോമാളിത്തരങ്ങൾ എന്ന് തോന്നിപ്പിക്കത്തക്ക കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഞാൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഏകദേശം 2010 ഇന്ത്യൻ റുപ്പിയോട് കൂടിയിട്ടൊക്കെ ഏറെക്കുറെ അവസാനിച്ചു. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എല്ലാ സിനിമകളിലും ഒരേപോലുള്ള ഭാവാഭിനയങ്ങളും കൃത്രിമത്വം നിറഞ്ഞ അഭിനയങ്ങളും നാടകം എന്ന് തോന്നിപ്പിക്കത്തക്ക സംഭാഷണ ഡെലിവറികളും ഒക്കെ തന്നെയാണ്. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഇനി അവന്റെ വരവാണ്. സാക്ഷാൽ അഖിൽ മാരാർ, അഖിൽ കട്ടാത്തല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ചാറിയ ഫൈറ്റ് എന്തൊക്കെയോ കാണിക്കും. നേരത്തെ പറഞ്ഞ ശ്രീത് പാലയിലേക്ക് ആയിട്ട്. പക്ഷെ എന്റെ പൊന്നു തുടക്കം തന്നെ മനങ്ങളുടെ ഉത്സവം. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ സിനിമയിൽ മൊത്തം വെപ്രാളവും ചൂടലിയും പിന്നെ എന്തൊക്കെയോ. പുള്ളിക്ക് ഭയങ്കര ഹൈപ്പറാ പുള്ളിനകത്ത്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മാരാറ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എഴയൊക്കെ ചെയ്യുന്നുണ്ട്. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. മാരാറ് പിന്നെ നാക്ക് കടിയുണ്ട്. മാരാടെ നാക്ക് കടിച്ചിട്ട് മറ്റേ ബിഗ് ബോസിൽ കണ്ടില്ലേ, സെയിം നാക്ക് കടിക്കുന്ന പുലിമുരുകൻ കാട്ടിലൊക്കെ ഫൈറ്റ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നമ്മുടെ മാധവ് സുരേഷിന് ഒത്ത എതിരാളി. നല്ലൊരു മികച്ചൊരു വാഗ്ദാനം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറി. ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങൾ എന്താണ്, നമ്മളെല്ലാം. അഖിൽമാരാറെ പോലുള്ള ആളുകൾ ഇവരുടെ സിനിമ മോശമായത് കൊണ്ടാണ് ഒരിക്കലും ഇവർ സമ്മതിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർ സമ്മതിച്ചതിന് അവർക്ക് നിലനിൽപ്പില്ല, കാരണം കഴിവില്ലല്ലോ. ക്വാളിറ്റി വേണം. അതില്ലാത്ത ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നിട്ട് വായ്ത്താലടിക്കലും ചാനൽ ചർച്ചയിൽ പോയിട്ട് വായ്ത്താലടിക്കലും മൂട് താങ്ങലും പരിപാടിയൊക്കെ നടക്കുള്ളൂ. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരുക്കാം. ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവില്ലട്ടാ. കോടീശ്വരന്മാരായ പ്രൊഡ്യൂസർമാരെ ലക്ഷപ്രഭുക്കളാക്കി മാറ്റുക. അതാണ് അഖിൽമാരാറെ പോലുള്ള ആളുകളെ കൊണ്ട് കിട്ടുന്ന ഗുണം മലയാള സിനിമയ്ക്ക്.